Good afternoon to all. Good afternoon, Miss. How are you? I am fine. Good afternoon. I am fine. Good afternoon, teacher. Good afternoon, Jan Dave. Spider-Man ആണോ? ആഹാ. ഇങ്ങനെ സ്പൈഡർമാൻ എങ്ങനെ നടക്കുന്നേ? ഇറക്കുമല്ലേ? നിങ്ങളുടെ സ്പൈഡർമാനെ കാണുന്നുണ്ട് ഇവിടെ. Good afternoon to all. How are you? Fine. ഈ 14 പേരല്ലേ എത്തിയിട്ടുള്ളൂ. ബാക്കി ആരെന്താ വരാത്ത? ഓക്കെ, പ്ലീസ് മാർക്ക് യുവർ അറ്റൻഡൻസ്. Good afternoon. ആഹാ, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തുണ്ട്? എന്തോ? Dear. Okay. Okay, we can start the maths class. Are you ready? Okay, before that, please mark your attendance. Okay, don't forget. Yes. Good morning, Miss. Okay. Good morning, Miss. Good afternoon. Good morning. Good morning. Good morning. Good afternoon. 12 തവണ കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഗുഡ് ആഫ്റ്റർനൂൺ പറയാം കേട്ടോ. എന്ത് കഴിഞ്ഞു? ആ, 2 മണി കഴിഞ്ഞ് 12 o'clock കഴിഞ്ഞില്ലേ? Good afternoon, Miss. Okay. Good afternoon, Miss. എന്തോ കുസാട്ടോ? Okay, let's start. നമുക്ക് തുടങ്ങാല്ലേ? Okay, hello, Francina, please mark your attendance. അനിശ്രീ നല്ല മൈലാഞ്ചിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അനുശ്രീന്റെ അമ്മയാണോ? അമ്മയാണോ അനുശ്രീന്റെ ആണോ കൈ?
Okay, all of you take your textbook, page number 83. Or 80, 84, 85. എനിക്ക് പനിയാ. ആർക്കനുസരിച്ച് കുട്ടിക്കോ? സിജു ഞാൻ കൊറേ എഴുതി രണ്ട് പേജ് എഴുതി. ഓക്കെ, 2 പേജ് എഴുതിയിട്ടുണ്ട് അല്ലേ? 1 പേജ് മിസ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് റൈറ്റിംഗ് പ്രാക്ടീസ് തന്നതാണ്. 1 പേജ് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ? Did you finish? Yes, miss. Yes or no? Yes, madam. Yes. Okay, have you done my homework? Have you done my homework? നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ? Have you done my homework? Yes, madam. Yes or no? Yes or no? Okay. Page number 85. Homework I have missed another. Right hand say 16 to 20. Okay. 16 മുതൽ 20 വരെ മിസ് ഹോംവർക്ക് ചെയ്യാൻ തന്നിട്ടുണ്ട്. ആരൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്? ഷോ മി യുവർ തമ്പ്. Right hand say page number 85. 84 മിസ് ഇവിടുന്ന് ഫിനിഷ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പേജ് നമ്പർ 85 നിങ്ങളോട് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 16 to 20, 16, 17, 18, 19, 20. Did you finish? Can be Radish complete ചെയ്തിട്ടുണ്ട്. Okay. Next page number 86. 86. Page number 86. Okay, Vaishnav. Okay. All of you take your textbook, page number 86. Amiga. Okay. Page number 86, 21 to 25. Right hand say. Okay. Right hand say 21 to 30. Sorry. 21 to 25. 21. Okay. Please finish writing quickly, okay? Dear children, listen carefully. It should be write neatly. Okay. Joel, Siju, what happened? Joel. Take your textbook with pencil. Right hand side 21 to 25. Okay. Listen carefully. It should be right neatly. Okay. Okay. "21, 22, 23, 24, 25 വരെയാണ് എഴുതാൻ തന്നിട്ടുള്ളത് മിസ്.
Okay. Those who have finished writing can leave the class. Okay. ആരാണോ ഫസ്റ്റ് എഴുതി കഴിയുന്നത് അവർക്ക് ക്ലാസ്സിന് ലീവ് ചെയ്യാം കേട്ടോ. Okay. 21. 21. ഇവിടെ ഈ ഡോട്ടിന്റെ മുകളിൽ എഴുതുക. ബാക്കിയുള്ള ഫിൽ ചെയ്യാനുള്ള 3 കോളത്തിലും 4 കോളത്തിലും എഴുതുക. 21, 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 21. നീറ്റിൽ എഴുതണേ. 21 കഴിഞ്ഞിട്ട് 22, പിന്നെ 23, 24, 25. റിത ഫാത്തിമ എഴുതി കഴിഞ്ഞിട്ടല്ലേ? വെരി ഗുഡ്. അടുത്ത പേജിൽ എഴുതിക്കോ. 26, 27, 28, 29, 30. എന്റെ മിടുക്കികളാണ് എല്ലാവരും. മിടുക്കന്മാരും മിടുക്കലുമാണ്. പെട്ടെന്ന് എഴുതട്ടോ. ആഹാ, സുന്ദരികളും സുന്ദരന്മാരും പെട്ടെന്ന് എഴുതുന്നുണ്ടല്ലോ. വെരി ഗുഡ്. ദക്ഷിണ എഴുതുന്നത് കാണുന്നില്ലല്ലോ. ബാക്കി എല്ലാവരും നോക്കി എഴുതുന്നേ. Darshit, sit proper. Vaishnav. എഴുതി കഴിഞ്ഞോ? 25 വരെ എഴുതി കഴിഞ്ഞോ മോനെ? ഓക്കെ, നെക്സ്റ്റ് പേജും കൂടെ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിക്കോ. 26. പിന്നെ അങ്ങനെ വേണ്ടത്. എനിക്ക് വേഗം എഴുതി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടില്ലേ. രാത്രി വായിച്ചു പഠിച്ചൂടെ? എന്താ വൈഷ്ണവേ, മടിയാകുന്നുണ്ടോ എഴുതാന്? എന്താ കുഴപ്പമില്ല. നെക്സ്റ്റ് നമ്മൾക്ക് 4 മണിക്കൂർ കൂടെ LKG ക്ലാസ് ഉണ്ട് അല്ലേ? ശരിയാക്കി തരാം കേട്ടോ. ഇനി ഈവനിങ് ഉള്ള ക്ലാസ്സിൽ നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ഇത് നിങ്ങൾ എഴുതി തറവാവേണ്ടതാണ്. ഇതിനകത്ത് എഴുതി പഠിക്കണം. നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് വൃത്തിയാകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ എഴുതാൻ കൊടുത്തിരിക്കുന്നത്. ഹാൻഡ് റൈറ്റ്. വൈഷ്ണവേ, മിസ് എഴുതാൻ പറഞ്ഞിട്ട് ഇഷ്ടായില്ലേ? മിടുക്കനാണ്. നല്ല മോനായിട്ട് എഴുതണേ.
റിദ ഫാത്തിമ 26, 27, 28, 29, 30 എഴുതുന്നുണ്ട്. ടീച്ചറെ ഞങ്ങൾക്ക് ഇപ്പഴാ കിട്ടിയത്. ഏതാ എഴുതാൻ പറഞ്ഞേ? ജൂഡ് പേജ് നമ്പർ 86. 86. റൈറ്റ് ഹാൻഡ് സൈഡ് 21 to 30 വരെ എഴുതേണ്ടത്, നമ്പേഴ്സ് എഴുതേണ്ടത് എഴുതുവാണ് എല്ലാരും. ഓക്കെ. ജൂഡ് കരയാണ് ജൂഡ്. അവന് ഇരിക്കാനൊരു മടി. എന്തിനാ? അയ്യേ ഷെയിം. നോക്കിയേ ബാക്കി എല്ലാവരും ഇരുന്ന് എഴുതുന്നത് നോക്കിയേ. നീ ജൂഡ് നോക്കിയേ, ബാക്കിയുള്ള കുട്ടികളൊക്കെ നോക്കിയേ. എല്ലാരും എഴുതുമല്ലേ കേട്ടോ. നോക്കിയേ, ഒന്ന് എല്ലാവരും നോക്കിയേ ജൂഡ്, എന്നിട്ട് എഴുതിയാ മതി. എല്ലാവരും നന്നായിട്ട് എഴുതുന്നില്ല നോക്കിയേ. ആരേലും എഴുതാൻ പഠിച്ചു നിൽക്കുന്നുണ്ടോ? എല്ലാവരും മിടുക്കന്മാരുമാണ് മിസ്സിന്റെ ക്ലാസ്സിൽ. നോക്കിയേ. എന്തോ 27 എഴുതലായി അല്ലേ? മിടുക്കി. ഓക്കെ, ജൂഡ് ഇപ്പൊ എല്ലാവരും തോപ്പിക്കുവേ. ഫസ്റ്റ് ആവും ജൂഡ് ഇപ്പൊ എഴുതിയിട്ട്. 21 പെട്ടെന്ന് എഴുതുമോനെ. ആ ഡോട്ടിന്റെ മുകളിലൂടെ എഴുതാ, എന്നിട്ട് അതുപോലെ ബാക്കിയുള്ള 4 കോളത്തിലും അവിടെ നിങ്ങൾ ഫിൽ ചെയ്യാം. 21 കഴിഞ്ഞാൽ 22, 23, 24, 25. എന്താ അനുഷ്ഠിച്ച് പറയുന്നേ? അനുഷ്ഠിച്ചിട്ട് എന്താ പറയുന്നേ? ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോ പറഞ്ഞോ? എന്താ നോട്ട് നമ്മൾക്ക് വൈകുന്നേരം എഴുതാം. വൈകുന്നേരം ഒരു അവറും കൂടി ഉണ്ടല്ലോ. ഓക്കെ, എല്ലാത്തിനും 2 ആണ്. എല്ലാത്തിനും 2 ആ. 20 പറയുമ്പോ 29 വരെ 2 ആ ഫസ്റ്റ് വരുന്നേ. 21, 22. യാന്റെ ഏത് വരെ എഴുതി മോനെ? 25 വരെയാണോ? 26, 27, 28, 29, 30. ഓക്കെ, ഇച്ചിരിയേ ഉള്ളൂ. പെട്ടെന്ന് എഴുതി തീർക്കട്ടോ. എഴുതി കഴിഞ്ഞെന്ന് പറയാ കൊച്ചു. പറ ജൂഡ് എഴുതി കഴിഞ്ഞോ? പറയാ. Did you finish? Jude, did you finish? കഴിഞ്ഞ ദിവസം എഴുതിയായിരുന്നു. ഓഹോ, എല്ലാം എഴുതിയായിരുന്നു. എന്നിട്ടാണോ ഇന്ന് കരഞ്ഞേ? അവൻ 50 വരെ എഴുതി. ഓ അല്ലേ? 50 വരെയും കുത്തിയിരുന്നപ്പോ എഴുതിയവൻ. അങ്ങനെയാണെങ്കിൽ വൈകുന്നേരത്തെ ക്ലാസ്സിൽ ജൂഡ് വരണ്ടോ? നമ്മൾ നോട്ട്ബുക്കിൽ 50 വരെ എഴുതാൻ പോവാ വൈകിട്ട് ക്ലാസ്സിൽ. 4 മണിക്കൂർ ക്ലാസ് കൂടി ഉണ്ടല്ലോ. അവൻ എഴുതിയിട്ട് 3-4 ദിവസമായി. ആണോ? മിടുക്കനാണ്. എന്നിട്ടാണ് കരഞ്ഞല്ലേ? വൈകിട്ട് 4 മണിക്ക് മക്കൾക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ട് LKG. അതിന് നമുക്ക് നോട്ട്ബുക്കിൽ 50 വരെ കവർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജൂഡ് മോനെ പറ മോനെ. ജൂഡ് മിസ്സിനോട് പിണക്കാണോ? ഭയങ്കര മടിയായി. അയ്യേ, അവന് മടിയൊന്നുമില്ല. മടി ഉണ്ടെങ്കിൽ അവൻ എങ്ങനെയാ നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിനകത്ത് എഴുതുന്നേ? അവൻ സ്മാർട്ട് ബോയ് ആയതുകൊണ്ടല്ലേ എഴുതിയേ. ജൂഡ് മോൻ സ്മാർട്ട് ബോയ് ആയതുകൊണ്ടാണ് എല്ലാം എഴുതി ഫിനിഷ് ചെയ്തത്. അവന് മടിയൊന്നും ഇല്ല കേട്ടോ. സൂപ്പർ മോനാന്ന് പറഞ്ഞു. ഓക്കെ, ദർശിത എഴുതി കഴിഞ്ഞ മോനെ? 30 വരെ ആയോ? ഈ 86, 87 എഴുതി കഴിഞ്ഞ പാട് നമുക്ക് ക്ലാസ്സിന് ലീവ് ചെയ്യാം. വൈകിട്ട് 4 മണിക്കത്തെ ക്ലാസ്സിൽ എല്ലാവരും നോട്ട്ബുക്കും പെൻസിലും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കാം. ഓക്കെ.
25, 26, 27, 28, 29, 30. 30 വരെ എഴുതി കഴിഞ്ഞു മക്കളെ? എന്തോ? ഹലോ? ഓക്കെ, മിടുക്കി. 30 വരെ ആയിട്ട് ലീവ് ചെയ്തോളൂ ക്ലാസ്സിന്. ക്ലാസ് കഴിഞ്ഞിട്ട് എന്റെ മക്കള് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങിയിട്ട് 4 മണി കറക്റ്റിന് എനിക്ക് വരണം കേട്ടോ. ട്വന്റി 25 വരെ എഴുതിയുള്ളൂ ജുവൽ. മോൾക്ക് 26 എഴുതാൻ പറ്റുമോ നോക്കിക്കൊന്ന്. 26, 27. ഓക്കെ, 30 വരെ കവർ ചെയ്തവർക്ക് ലീവ് ചെയ്യാം. ക്ലാസ്സിന് ലീവ് ചെയ്തോളൂ. 30 വരെ ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, എഴുതിയവർക്ക് ലീവ് ചെയ്യാം. മികക്കുട്ടി എഴുതി കഴിഞ്ഞെങ്കിൽ ലീവ് ചെയ്യാം കേട്ടോ. എന്നിട്ട് വൈകുന്നേരത്തെ ക്ലാസ്സിന് വരണേ എല്ലാവരും. 4 മണിക്കത്തെ ക്ലാസ്സിന് എല്ലാവരും ഉണ്ടാവണേ. ഓക്കെ, വൈഷ്ണവ് ഓക്കെ, യു ക്യാൻ ലീവ്. എന്തോ? 4 മണിക്കത്തെ ക്ലാസ്സിന് വൈഷ്ണവ് ഉണ്ടാവില്ല. എവിടെയാ പോകുന്ന വൈഷ്ണവ്? അങ്ങനെയാണെങ്കിൽ 1 to 50 വരെ നോട്ടിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം. ഞാൻ മിസ്സിന് അയച്ചു തന്നേക്കാം രാത്രി എഴുതി. ശരി. ലാമിയ കുട്ടി, മിസ്സായിട്ട് ഒരു പരിചയം ഇല്ലല്ലോ ലാമിയ. ലാമിയ മിസ്സിനോട് മിണ്ടത്തൂല പോലും ഇല്ലല്ലോ. എന്തോ? കൈ മുറിഞ്ഞോ? എന്തോ? എന്താ ജോൽ പറഞ്ഞേ? Please unmute. Okay, Sahal, did you finish? Okay, you can leave. Hello, you can leave. Okay, very good. Okay. Jewel, എന്തോ പറഞ്ഞു മിസ് കേട്ടില്ല മോളെ. പ്ലീസ് അൺമ്യൂട്ട്. എന്തോ? കാല് മുറിഞ്ഞോ? തല മുറിഞ്ഞു. തലയോ? എങ്ങനെയാ? എന്ത് പറ്റിയതാ? ചെറിയൊരു ഡ്രെയിനേജിൽ വീണ് തലന്റെ പിറകൊക്കെ പൊട്ടി. ചെറിയ 2 സ്റ്റിച്ചൊക്കെ. എവിടെ കാണിച്ചെന്ന് മിസ് നോക്കട്ടെ. ഓക്കെ, കുഴപ്പമില്ല മോളെ. സാവധാനത്തിൽ എഴുതിയാ മതി കേട്ടോ. റിസ്ക് എടുക്കണ്ട പയ്യെങ്കില്. സൂക്ഷിക്കണ്ടേ? ഓടിക്കളിച്ചോ? ഓക്കെ, എഴുതി കഴിഞ്ഞാൽ എന്താ പറയേണ്ടത്? ഓക്കെ, യു ക്യാൻ ലീവ്. ഓക്കെ, എഴുതി കഴിഞ്ഞവർക്ക് ലീവ് ചെയ്യാം.
25 പോരാ. 26, 27, 28, 29, 30. ഇവിടെ വെയിറ്റ് ചെയ്യും നിങ്ങൾ എഴുതി തീർന്നവരെ. ഓക്കെ, ഓക്കെ, യു ക്യാൻ ലീവ്. ലീവ് ചെയ്തോളൂ എഴുതി കഴിഞ്ഞെങ്കിൽ. ഓക്കെ, സീ യു. എന്തോ കശ്യപ് എഴുതി കഴിഞ്ഞിട്ടുണ്ട്. യു ക്യാൻ ലീവ്. 26 അങ്ങനെ പറയണം. ഇത് മതി. ഫിനിഷ്ഡ് പറയണം കേട്ടോ. എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫിനിഷ്ഡ്. എഴുതി കഴിഞ്ഞവരെന്താ പറയേണ്ടത്? കുട്ടി 3 28 ചെയ്ത് ഇത് ഓണാക്കിക്കോ. കേട്ടോ. ഓക്കെ ഋഷിജെ, 30 വരെ ഫിനിഷ് ആയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ലീവ്. ആ ലീവ് ചെയ്തോളൂ. ഇസാൻവർ, ഡിഡ് യു ഫിനിഷ് മോളു? കുട്ടി പ്ലീസ് അൺമ്യൂട്ട്. Okay, did you finish? Okay, you can leave. You can leave. 4 മണിക്കത്തെ ക്ലാസ്സിൽ എന്തായാലും എത്തണം കേട്ടോ. Dion Jake. You finish? Dion എന്തിനാ ചിരിക്കുന്നേ? എന്താ ആർക്കാ കൈവേദന? ദക്ഷിണ എവിടെ വരെ ചെയ്തിട്ട് 30 കവർ ചെയ്തോ? 25, 26 എഴുതുന്നില്ല മോളെ. വൈകുന്നേരം ആകുമ്പത്തേനും എഴുതി തീർക്കോ? 4 മണിക്കത്തെ ക്ലാസ് ആകുമ്പത്തിന് എഴുതി കഴിയോന്ന് ഷുവറാണോ? ഉറപ്പാണെങ്കിൽ മാത്രം ലീവ് ചെയ്തോ. ഓക്കെ, യു ക്യാൻ ലീവ് പറഞ്ഞു. Okay, see you in the next class, 4 o'clock. Okay. Zanvar, you can leave. എപ്പോ ഈവനിങ്ങോ? അങ്ങനെയാണെങ്കിൽ 1 to 50 വരെ എഴുതിയിട്ട് മിസ്സിന് രാത്രി അയച്ചു തരണം നോട്ട്ബുക്കിൽ. മിസ്സേ, അത് 26 വരെ എഴുതിയിട്ടുള്ളൂ. ആൾക്ക് പനി കൊണ്ടേ. ആ ഓക്കെ ഓക്കെ, ഡോണ്ട് വറി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, സോറി. ലീവ് ചെയ്യട്ടെ? ആ ലീവ് ചെയ്തോളൂ. മോനെ എഴുതിക്ക്. 28, 25 എഴുതിയില്ല. 5 എഴുതാതെ എഴുതി. 28, 29 എഴുത്. 30 ഒരെണ്ണം മാത്രം എഴുതി വെച്ച് എഴുതിക്ക്. കൂടൂല. ടീച്ചർ മുട്ടായി തരുമെന്ന് പറഞ്ഞു. എഴുത. ടീച്ചറോട് മിണ്ടത്ത് പോലും ഇല്ല, പിന്നെ എങ്ങനെ ടീച്ചർ മിഠായി കൊടുക്കുന്നേ? ഡാമിയെ സംസാരിക്കുന്ന മിസ് ഇതുവരെ കേട്ടില്ല. മിസ്സിനോട് മിണ്ടാത്ത ലാമിയ? പറഞ്ഞ പറ. എന്നാ ഓഫാക്കിക്കോ. ഓക്കെ, ബാക്കി എല്ലാവരും ഇരുന്ന് എഴുതുന്നു നോക്കി ലാമിയ. സ്മാർട്ടായിട്ട് ഇരുന്നിട്ട് എഴുതി നോക്കിയേ.
ചെയ്യാനായിട്ട് ഇരുന്നിട്ട് ഇവിടെ സ്പൈഡർമാനൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. തീരാറായി. പായം വൈക്കാക്കിയല്ലോ. ടവൽ യൂസ് ചെയ്യണം കേട്ടോ മോനെ. ഡ്രസ്സിൽ അത് ചെയ്യരുതേ. ആൻഡ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ. ജലദോഷം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ടവലോ അല്ലെങ്കിൽ വാഷ് ബേസിനിൽ പോയിട്ട് കളഞ്ഞിട്ട് വരണം. ഡ്രസ്സിൽ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഞാൻ എന്റെ കേൾക്കുന്നുണ്ടോ? നല്ല ചുമയുണ്ടല്ലോ. മിസ്സേ ദർശിത എഴുതുന്നില്ല. ദർശിത ഞാനും നീ മാത്രമേ ഇവിടെ ഉണ്ട് ക്ലാസ്സിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. പെട്ടെന്ന് എഴുതി. അയ്യേ ഷെയിം. നിങ്ങൾ എഴുതിക്കണ്ട. ദർശിത മോനെ എഴുതും കേട്ടോ. അവൻ സ്മാർട്ടാണ്. ഫസ്റ്റ് ഇതാ ഇത്രയും പേരെ തോൽപ്പിച്ചിട്ട് ഇപ്പൊ അവൻ ഫസ്റ്റ് ആവും. നിങ്ങൾ നോക്കിക്കോ. നിങ്ങളൊന്ന് കണ്ണടിച്ചിരുന്നേ. ദർശിതിന്റെ അമ്മ ഒന്ന് കണ്ണടിച്ചിരുന്നേ. ദർശിത എഴുതുന്ന കാണിച്ചു തരാലോ. അമ്മ ഒന്ന് കണ്ണടിച്ചിരുന്നേ. ആണോ? സ്പൈഡർമാൻ അങ്ങനെ മടിയൊന്നും ഉണ്ടാവില്ലല്ലോ. ഓ ചുമയുണ്ട് കുഞ്ഞി കേട്ടോ. വെറുതെ പറയരുത്. ദർശിതിന്റെ അമ്മ കണ്ണടിച്ചിരിക്കണേ. ഞാൻ പറയുമ്പോ തുറന്നാ മതി. അപ്പത്തേന് ദർശിത എഴുതി കഴിയും. ഓക്കെ. ദർശിത അമ്മ കണ്ണടിച്ചിരുന്നോ? അടിച്ചോ? ദർശിത് പ്ലീസ് അൺമ്യൂട്ട്. ഓക്കെ. ദർശിതിന്റെ അമ്മ കണ്ണ് തുറക്കുമ്പത്തേന് എഴുതി തീരാണ് കേട്ടോ. അമ്മയ്ക്കാണോ മടി ദർശിതിനാണോ മടി എന്ന് നോക്കാം നമുക്ക് കേട്ടോ. ഇത്ര നല്ല കുഞ്ഞിനെ എഴുതുന്നില്ല എന്ന് പറഞ്ഞു. നോക്കി അവൻ നല്ല മോനായിട്ട് എഴുതുന്നുണ്ടല്ലോ. ദർശിത് പെട്ടെന്ന് തീർക്കേ. അമ്മ കണ്ണ് തുറക്കുമ്പത്തേനെ നമുക്ക് എഴുതി തീർക്കണം കേട്ടോ. ആൻഡ്രിയ മോളെ എഴുതുന്നില്ലേ? സ്പൈഡർമാൻ ലാസ്റ്റ് ആയ നാണക്കെട്ടാണ് കേട്ടോ. ഷെയിം പെട്ടെന്ന്. ഡിയോന്റെ ചേച്ചി അടുത്തുണ്ടോ ഡിയോനെ? പ്ലീസ് അൺമ്യൂട്ട് ഡിയോൺ. ചേച്ചിക്കുട്ടി ഒന്ന് ഫ്രണ്ടിലോട്ട് വന്നേ. ഡിയോന്റെ ആളാണോ ഡാൻസ് ചെയ്യുന്ന ആളാണോ? ഓക്കെ വെരി ഗുഡ്. മിസ്സിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. Okay, you can leave. Okay. Oh, table where is Spider-Man?
Man, why are you late? ആഹാ, നിങ്ങൾ കൊള്ളാലോ. ഓ മൈ ഗോഡ്. കണ്ടു കണ്ടു കണ്ടു. ആഹാ, പൊളിയാണല്ലോ. എന്തോ എന്തോ എന്തുണ്ടെന്ന് കളക്ഷൻ ഉണ്ട്. ഓക്കെ, ആ മിസ്സിന് മനസ്സിലായി ഏറെക്കുറെ. അമ്മ ഒരു വീഡിയോ. ആ മിസ് കണ്ടു. അത് വാൾ സ്റ്റിക്കർ ആണോ, പെയിന്റ് ആണോ? പെയിന്റ് അത് വരച്ചതാണോ ഒട്ടിച്ചതാണോ? സൂപ്പർ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അമാൻ, അമാൻ പ്ലീസ് അൺമ്യൂട്ട്. Can you hear me? Okay, right hand say page number 86 and 87, 21 to 30 വരെ എഴുതേണ്ട വർക്കാണ് ഇപ്പൊ ക്ലാസ് ടൈമിൽ എല്ലാവരും ഇരുന്ന് ചെയ്തിട്ടുണ്ട്. മാൻ അത് ഫിനിഷ് ചെയ്യുക. വൈകുന്നേരം 4 മണിക്ക് ഒരു ക്ലാസ് കൂടെ ഉണ്ട് മാത്സിന്റെ. അതിന് മാത്സിന്റെ നോട്ട്ബുക്കും പെൻസിലും ഒക്കെ എടുത്തിട്ട് വരിക. ഓക്കെ, ദർശിത്, did you finish ദർശിത്? ഫിനിഷ് ചെയ്തു. എവിടെ കാണിച്ചു നോക്കട്ടെ. 30 വരെ 30 വരെ എഴുതിയിട്ടുണ്ടോ? Okay, you can leave. Thank you. See you in the next class. Okay. Okay, Andrea and Fons, did you finish? Yes, ma'am. Yes. Okay, Medi. വൈകിട്ട് ക്ലാസ്സിന് വാട്ടോ. നോട്ട്ബുക്ക് പെൻസിലൊക്കെ എടുത്ത്. Thank you. Okay.